ഇനി ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. 122 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. നവംബർ 6-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 121 മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത്. 64.46% പോളിംഗ്. നാളെ വൈകിട്ട് മുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഒന്നാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു. സമാനമായ രീതിയിൽ തന്നെ റെക്കോർഡ് പോളിംഗ് ആയിരിക്കാം പ്രധാനപ്പെട്ട മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അരിയ, തീർച്ചയായും. എന്തായാലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. 64.66% എന്നുള്ളതാണ്. ഇത്തവണ രണ്ടാം ഘട്ടത്തിലും സമാനമായ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് മുന്നണികൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ച് ഈ ഒരു പോളിംഗ് പെർസെൻറ്റേജ് വർദ്ധിച്ചത് അത് വളരെ സ്വീകാര്യമായി തന്നെയാണ് അവർ കാണുന്നത്, വളരെ അനുകൂലമായി തന്നെയാണ് അവർ കാണുന്നത്. സ്ത്രീ വോട്ടർമാരടക്കം കൂടുതൽ പേരുടെ വലിയ നിര കഴിഞ്ഞ ഈ ഒരു പോളിംഗിൽ പ്രകടമായി. അതൊക്കെ തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ചില പ്രതീക്ഷകളാണ് മുന്നണികൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ 122 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അവസാനവട്ട ദിനത്ത് ഓടി നടന്നുകൊണ്ട് തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നെറ്റ്വർക്കിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത് എന്നുള്ളതാണ്. 1309 സ്ഥാനാർത്ഥികളാണ് ഈ രണ്ടാം ഘട്ടത്തിൽ മത്സരങ്ങളുള്ളത്. അതിൽ 150-ൽ താഴെ മാത്രമാണ് സ്ത്രീ കാൻഡിഡേറ്റുകൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പ്രകടനം ഇവരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുമെന്ന് മുന്നണികൾ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ രണ്ടാം ഘട്ടത്തിൽ, കഴിഞ്ഞ തവണ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് 60.15% എന്നുള്ളതായിരുന്നു. ആ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകൾ പ്രത്യേകിച്ച് RJDയെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും JDUവിനെ സംബന്ധിച്ചും നിർണായകമാണ് എന്നുള്ളതാണ്. ഈ മൂന്ന് പാർട്ടികൾക്കുമാണ് ഇത്തവണത്തെ ഈ 122 മണ്ഡലങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ലഭ്യമായിട്ടുള്ള ആ സീറ്റുകൾ ഇത്തവണ തങ്ങളുടെ പക്കൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസവും മണ്ഡലത്തിലുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി NDAക്ക് വേണ്ടി കളത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഒരു ജംഗിൾ രാജിലേക്ക് പോകണോ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പാതയിലേക്ക് ബീഹാർ പോകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരണം എന്നുള്ള നിർദ്ദേശമാണ്. അങ്ങനെ ഒരു ആഹ്വാനമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും നാളെ ആണ് വിധിയെഴുത്ത്. അതിനുശേഷം 14-ന് വോട്ടെണ്ണലാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളും നാളെ വൈകിട്ട് മുതൽ വന്നു തുടങ്ങും. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.